ഇൻക്ലാബ് സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് എയിംസ് എവിടെ ഫണ്ട് എവിടെ എയിംസ് എവിടെ ഫണ്ട് എവിടെ എയിംസ് എവിടെ ഫണ്ട് എവിടെ എയിംസ് എവിടെ ഫണ്ട് എവിടെ പറയൂ പറയൂ ബിജെപി പറയൂ ബിജെപി പറയൂ നരേന്ദ്രമോദി പറയൂ നരേന്ദ്രമോദി നിങ്ങൾക്കെതിരെ ഉയരുന്നു വിഭജന രോഷം പ്രതിഷേധോ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധോ ബീഹാറിന് മാന്ത്രയ്ക്കും വാരിക്കോരി നൽകിയിട്ട് കേരള നാടിന് ഒന്നുമില്ല ഫണ്ടുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കേരളീയനെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു ബജറ്റാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. മറ്റൊന്ന് അങ്ങേയറ്റം യുവജന വിരുദ്ധമായ ഒരു ബജറ്റ് കൂടിയാണ്. അതുകൊണ്ട് അങ്ങേയറ്റം യുവജന വിരുദ്ധമായ കേരള വിരുദ്ധമായ ബജറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണം എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇവിടെ ഈ ബജറ്റിൽ എന്തുകൊണ്ടാണ് കേരളത്തെ ഇത്രമാത്രം അവഗണിക്കുന്നത്? കൃത്യമായും ബിജെപിയുടെ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. കേരളത്തിന് അർഹമായിട്ടുള്ള ഒന്നും ലഭിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കേരളത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തുകയും ആ കാര്യങ്ങളെല്ലാം ഏറ്റവും ശരിയായ നിലയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. ഇവിടെ ഇപ്പോ ബജറ്റ് നോക്കുമ്പോൾ കേരളം എന്ന ഒരു പദം പോലും ആ ബജറ്റിനകത്ത് കാണാൻ വേണ്ടി കഴിയില്ല. എന്റെ കേരളത്തിലെ ജനങ്ങളെല്ലാം അത്ര മോശക്കാരാണോ? ഇവിടെ കേരളത്തിൽ നിന്നും പോയിട്ടുള്ള 2 കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ. സുരേഷ് ഗോപിയും കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് അഭിപ്രായം പറയണം. എന്തുകൊണ്ടാണ് കേരളത്തിന് അർഹമായ എയിംസ് ഈ ബജറ്റിലും തുക വകയിരുത്താതെ പോയത്? ഇവിടെ 150 ഏക്കർ ഭൂമിയെടുത്ത് എയിംസിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും എയിംസ് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാപനമായി അതിനെ മാറ്റാൻ വേണ്ടി കഴിയും. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഒരു കുതിച്ചാട്ടമുണ്ടാവും. എത്ര കാലമായി കേന്ദ്ര ഗവൺമെന്റിനോട് ഇങ്ങനെ അപേക്ഷിക്കുന്നു കേരളത്തിലെ ജനത? അത് അനുവദിച്ചിട്ടില്ല. ഭൂരിഭാഗം പണവും എങ്ങോട്ടാ പോയത്? അപ്പോഴാണ് ഇതൊരു യൂണിയൻ ബജറ്റ് തന്നെയാണോ അതോ ആന്ധ്ര ബീഹാർ ബജറ്റാണോ എന്നൊരു സംശയം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാവുന്നത്. സൂക്ഷ്മമായി നോക്കിയാൽ ഇതൊരു ആന്ധ്ര ബീഹാർ ബജറ്റ് മാത്രമാണ്. യൂണിയൻ ബജറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിനും തുല്യ പരിഗണന കൊടുക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വമനുസരിച്ച്, രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ശക്തമായ കേന്ദ്രവും സുസ്ഥിരമായ സംസ്ഥാനങ്ങളും, അതാണ് നമ്മുടെ സങ്കല്പം. പക്ഷേ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണന എത്രമാത്രം വലുതാണ്. കേരളത്തെയും തമിഴ്നാടിനെയും ബിജെപി ഇതരമായി ചിന്തിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ പറയുകയാണ്